ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് പ്രൊജക്ടുകളുണ്ട്, ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്, മുനിസിപ്പാലിറ്റികൾക്കുണ്ട്. ആ പ്രൊജക്ടുകളൊക്കെ ടെൻഡർ ക്ഷണിച്ചാണ് പ്രവൃത്തികൾ നടത്താറ്. അതാർക്കാണ് കിട്ടുക എന്ന് നമുക്കൊരിക്കലും തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഹോസ്പിറ്റലിലേക്ക് എക്യുപ്മെന്റ്സ് എടുക്കുകയാണെങ്കിലും സ്കൂളുകളിലേക്ക് എക്യുപ്മെന്റ്സ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും അതെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള നോംസ് വെച്ച് ടെൻഡർ ചെയ്യാനേ സാധിക്കൂ. ഇപ്പോ നമ്മുടെ ജില്ലയിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് വർക്ക് എടുപ്പിക്കുക. ഏതെങ്കിലും ഒരു നോഡൽ ഏജൻസി, എംപാനൽ ചെയ്യപ്പെട്ട ഏജൻസികൾ, സ്ഥാപനങ്ങൾ, അവരെ കൊണ്ട് പ്രവൃത്തിയെടുപ്പിച്ച് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റുമാർ, ചെയർമാൻമാർ അവരവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഉപടെൻഡറുകളായിട്ട് കൊടുപ്പിക്കുക. അപ്പോൾ ഈ ഏജൻസികൾക്ക് കിട്ടേണ്ട പണം ആദ്യം തന്നെ കിട്ടുകയും ഈ ഉപടെൻഡർമാർ ടെൻഡർ എടുത്തുകൊണ്ട് 100 രൂപ ചെലവാക്കേണ്ടിടത്ത് 50 രൂപ പോലും ചെലവാക്കാതെ പ്രവൃത്തിയെടുക്കുകയും ചെയ്യുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകൾക്ക് 1 വർഷം മാത്രമാണ് ആയുസ് എന്ന് നാം ഓർക്കണം. 1 കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ വർഷമാകുമ്പോഴേക്ക് എല്ലാ പഞ്ചായത്ത് റോഡുകളും തകരുന്നതിന്റെ കാരണം എന്താണ്? പല തദ്ദേശ സ്ഥാപന മേലാധികാരികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ വർക്കുകൾ എംപാനൽ ചെയ്ത ഏജൻസികൾക്ക് കൊടുക്കുകയും ആ എംപാനൽ ചെയ്ത ഏജൻസികളെ കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വർക്കുകൾ ഉപടെൻഡർ വഴി നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെയാണ് പല ആളുകളും വലിയ സമ്പാദ്യം വാരിക്കൂട്ടുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിനെ ഇങ്ങനെ ചൂഷണത്തിന്റെയും പറ്റിപ്പിന്റെയും കേന്ദ്രമാക്കുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ജില്ലാ പഞ്ചായത്തിൽ ഒരു അംഗം എന്നുള്ള നിലയിൽ ഇതേ ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കാനുള്ള അവസരം ഈ വിനീതനായി എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാന് എന്തെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിച്ചു എന്ന് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഈ ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന വ്യക്തിക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? ഒരു കാലിച്ചായ പോലും ഞങ്ങളാരും അന്ന് വാങ്ങിക്കുടിച്ചത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 5 വർഷം പ്രവർത്തിച്ച കാലയളവിൽ ജില്ലാ പഞ്ചായത്തിന്റെ യോഗമുണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരെ ഉച്ചക്ക് ചോറുണ്ണാൻ ഈ ക്യാൻറ്റീനിലാണ് പോകാറ്. നമ്മളുടെ ഈ കലക്ടറേറ്റിന്റെ ക്യാൻറ്റീനിൽ, ആ ക്യാൻറ്റീനിൽ വെച്ച് എത്രയോ തവണ ക്യാൻറ്റീൻ ജീവനക്കാരെ ഞങ്ങളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അവരാരും ഇന്നോളം ഈ ക്യാൻറ്റീനുകളിലൊന്നും പോയിട്ടുണ്ടാവില്ല. അവരെല്ലാം തന്നെ മലപ്പുറത്തെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള, റോയലായിട്ടുള്ള, രാജകീയമായ ഭക്ഷണം കിട്ടുന്ന വലിയ വലിയ ഹോട്ടലുകളിലാണ് പോകാറുള്ളത്. സ്വന്തമായി പണം കൊടുത്ത് പോകുന്നവർക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം പോവുക എന്നല്ലാതെ എല്ലായ്പ്പോഴും അങ്ങനെ പോകാൻ സാധിക്കില്ല. എന്നാൽ എല്ലായ്പ്പോഴും ഇവരൊക്കെ അത്യാർഭാടത്തിലൂടെ ഭക്ഷണം കഴിക്കുന്നു, ആർഭാട കാറുകളിൽ യാത്ര ചെയ്യുന്നു, ആർഭാടപൂർണമായിട്ടുള്ള രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കുന്നു. ഇതിനൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് പണം എന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് കൈയുയർത്തി പറയും, പടച്ചോൻ തരുന്നതാണ് എന്ന്. പടച്ചോന് ലോകത്തൊരാൾക്കും അധ്വാനിക്കാതെ പണം കൊടുക്കില്ല എന്നുള്ളത് പടച്ചവനെ അറിയുന്നവർക്കറിയാം. പടച്ചവനെപ്പോലും പരിചയാക്കി ധനസമ്പാദനത്തിന്, പണം തട്ടിയെടുക്കുന്നതിന് ഇവരൊക്കെ കൂട്ടുനിൽക്കുകയാണ്.